إن شر الدواب عند الله الصم البكم الذين لا يعقلون ولو علم الله فيهم خيرا لأسمعهم ولو أسمعهم لتولوا وهم معرضون يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. മാന്യ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹൃദയരായ ശ്രോതാക്കളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹനീയമായി മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ നിർബന്ധമായ ഒരു ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ ചുമത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസാഇൽ റബ്ബ് സുബ്ഹാനഹു വ തആല അത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാ. അല്ലാഹു ഒരു പ്രവാചകനെയും ലോകത്ത് നിയോഗിച്ചിട്ടില്ല. ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ലോകത്തൊരു പ്രവാചകനെയും അള്ളാഹു നിയോഗിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെ മേലും നിർബന്ധമായ ഒരു ബാധ്യതയാണ്
അവരിലേക്ക് ഒരു പ്രവാചകൻ കടന്നു വന്നാൽ ആ പ്രവാചകനെ പരിപൂർണമായി അനുസരിക്കുക, ആ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ പരിപൂർണമായി പാലിക്കുക എന്നത്. അതാണ് മുഅ്മിനീങ്ങളെ വേർതിരിക്കുന്ന അടിസ്ഥാനപരമായ സവിശേഷതയും. അള്ളാഹുവിന്റെ ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ നിർദ്ദേശങ്ങൾക്ക് പരിപൂർണമായും കീഴുതുങ്ങി ഈമാൻ ശരിയാക്കിയവരാണ് മുഅ്മിനീങ്ങൾ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത്, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി വഖാലൂ സമിഅനാ വ അതഅനാ ഗുഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. ആമന റസൂൽ, ഈ പ്രവാചകൻ വിശ്വസിച്ചിരിക്കുന്നു. ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി, തന്റെ രക്ഷിതാവിങ്കൽ നിന്ന് അവതരിച്ചു കിട്ടിയതിൽ, തന്റെ രക്ഷിതാവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതിൽ ആ പ്രവാചകൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ട് ആ വിശ്വാസത്തോട് ചേർത്തി അല്ലാഹു പറയുകയാണ് വൽ മുഅ്മിനൂൻ, ആ പ്രവാചകനോടൊപ്പം മുഅ്മിനീങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. കുല്ലുൻ, അവരെല്ലാവരും ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, മലക്കുകളിൽ വിശ്വസിക്കുന്നവരാണ്, വേദത്തിൽ വിശ്വസിക്കുന്നവരാണ്, വേദങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവരാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, ആ പ്രവാചകന്മാർക്കിടയിൽ അവർ യാതൊരുവിധ വിച്ഛേദനവും കാണുന്നില്ല, യാതൊരുവിധ വേർതിരിവും കൽപ്പിക്കുന്നില്ല. നേരെ മറിച്ച് അവരുടെ നിലപാട് വഖാലു സമിഅനാ വ അതഅനാ, ഞങ്ങളോട് എന്താണോ നിർദ്ദേശിക്കാനുള്ളത് ആ നിർദ്ദേശങ്ങൾ മുഴുവൻ ഞങ്ങൾ ഇതാ കേൾക്കുന്നു, ആ നിർദ്ദേശങ്ങളെ മുഴുവൻ ഞങ്ങൾ ഇതാ അനുസരിക്കുന്നു. ഒരെതിരഭിപ്രായം ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനില്ല. ഈമാനിന്റെ കാര്യത്തിൽ, ഇസ്ലാമിന്റെ കാര്യത്തിൽ ഏതൊരു നിർദ്ദേശം വന്നാലും സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടു, അനുസരിച്ചു കഴിഞ്ഞു. ഗുഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം എന്ന് ഈ വിശ്വാസി സമൂഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഈമാനുള്ളൊരു മനുഷ്യന്റെ അടയാളം, ആ അടയാളം അള്ളാഹുവിന്റെ ദീൻ, ആ ദീനിന്റെ നിർദ്ദേശം ഒന്നൊഴിയാതെ പാലിക്കുക എന്നതാണ്. അതെങ്ങനെയാ പാലിക്കല്? അതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ, ആ പ്രവാചകൻ നൽകുന്ന നിർദ്ദേശങ്ങൾ യാതൊരുവിധ വക്രതയുമില്ലാതെ, യാതൊരുവിധ മനോവിഷമങ്ങളുമില്ലാതെ നേർക്കുനേരെ സ്വീകരിക്കുക എന്നതാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ ഒന്നുകൂടി അത് ഉറപ്പിച്ചു പറഞ്ഞു, ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. ഓ മുഹമ്മദ് നബിയേ, താങ്കളുടെ റബ്ബിനെ തന്നെയും സത്യം, ലാ യുഅ്മിനൂന, അവർ മുഅ്മിനീങ്ങളാവുകയില്ല, വിശ്വാസികളാവുകയില്ല, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഏതെങ്കിലും തരത്തിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ആ വിഷയത്തിൽ അങ്ങയെ അവർ വിധികർത്താവാക്കുന്നത് വരെ, അങ്ങയുടെ തീരുമാനം എന്ത് എന്നവരാരായുന്നത് വരെ അവർക്ക് മുഅ്മിനാവുക സാധ്യമല്ല. അങ്ങനെ താങ്കൾ അവർക്കിടയിൽ ഉണ്ടായ ആ വിഷയത്തിൽ ഒരഭിപ്രായം പറയുകയും താങ്കൾ പറഞ്ഞ ആ അഭിപ്രായത്തെ സുമ്മലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, താങ്കളുടെ വിധിയിൽ യാതൊരുവിധ മനോവിഷമവുമില്ലാതെ, പ്രയാസവുമില്ലാതെ, വയുസല്ലിമൂ തസ്ലീമാ, പരിപൂർണമായത് സ്വീകരിക്കാതെ